നിങ്ങളെല്ലാം ചെറുപ്പക്കാരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരാണ്. മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ഒരു ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നു വരുമ്പോൾ അതിന്റെ വസ്തുതകൾ ബന്ധപ്പെട്ട ആളുകളുമായി ഒന്ന് ചോദ്യം ചെയ്ത് അത് ശരിയാണോ തെറ്റാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്രയും വരില്ല. ഇന്ന് എനിക്ക് ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു എൻ്റെ കുടുംബത്തിനകത്ത് കുടുംബത്തിലാകെ ഗ്രൂപ്പിൽ ഇതെന്താണ് സത്യം എന്താണ് യാഥാർത്ഥ്യം എന്ന് ചോദിച്ച് എനിക്കൊരു മറുപടി പറയാൻ പറ്റാത്ത വിധത്തിലേക്ക് ഞാൻ പറഞ്ഞു ഇത് എനിക്ക് മനസ്സാവാതെ അറിയുന്ന കാര്യമല്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു ഗതികേടിൽ എത്തരുത്. ഒരു കുടുംബത്തിലും നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇത് ഇച്ച കാര്യം വേണ്ടു. ഇതിലിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലക്ക്, അതുപോലെ DGPക്ക്, അതുപോലെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സതീദേവിക്ക്, ഇവർക്കെല്ലാം ഞാൻ പരാതി കൊടുക്കുകയും അതിൻ്റെ ഒരു കോപ്പി ഞാൻ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോ ഞാൻ അത് പരാതിയാണ്. ഇന്ന് നിയമപരമായിട്ട് തന്നെ എനിക്ക് ഇത്രയും സമൂഹത്തിൽ അങ്ങേറ്റം മാനക്കേട് ഉണ്ടാക്കിയതിൽ എതിരായിട്ട് അഭിമാനത്തിന് ഏറ്റവും വലിയ ക്ഷതം ഉണ്ടായിട്ടുള്ള ഒരു സംഭവം എന്നുള്ള നിലയിൽ ഇത് ഉയർത്തിയവർക്കെതിരെ, ഈ വാർത്ത പടച്ചുണ്ടാക്കിയവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കാനാണ്, മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിപ്പോൾ ഞാൻ വക്കീൽ അവിടെയുണ്ട്, എൻ്റെ കടലാസെല്ലാം എൻ്റെ കയ്യിലുമുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. വാർത്താ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ, ഇതെല്ലാം വരുമ്പോൾ വാർത്തകൾ ഇതുപോലെ സ്ത്രീകൾക്കെതിരെ ആകുമ്പം വേഗത്തിൽ വാർത്തകൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പതിവായിട്ട് വരുന്നുണ്ട്. അത് നമുക്കൊന്ന് തിരുത്തണം. ആർക്കായാലും ഇതിനിടെ നമ്മുടെ ബഹുമാനീയായ മന്ത്രി ബിന്ദു കൃഷ്ണ തന്നെ പറഞ്ഞു, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സൈബർ പോരാളികൾ എന്ന് പറഞ്ഞിട്ട് തലങ്ങും വിലങ്ങും അപ്പുറത്തുള്ളവർ ഇപ്പുറത്തും ഇപ്പുറത്തുള്ളവർ അപ്പുറത്തും എന്ന് പറഞ്ഞിട്ട് ചീത്ത വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നത് വേണ്ടിയല്ല. യഥാർത്ഥത്തിൽ നന്മ എന്താണെന്ന് മനസ്സിലാക്കാതെ തിന്മയിലേക്ക് പോകരുത് എന്നൊരു അഭിപ്രായം ഇതുമായിട്ട് എനിക്കുണ്ട്.